അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 274ആയി. ഇന്നലെ 5 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മരിച്ച പ്രദേശവാസികളിൽ ഒരു ഗർഭിണിയും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് ദൗത്യസംഘത്തിന്റെ നിഗമനം. ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് കിട്ടും. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തി സാമ്പിൾ നൽകി. വ്യോമ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഈ ഉന്നതതല യോഗം എപ്പോഴാണ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചർച്ചയാകും എന്നാണ് അറിയുന്നത്? മറ്റൊന്ന്, അവിടെ നടക്കുന്ന തെരച്ചിൽ അതിപ്പോഴും തുടരുകയാണോ? ഇനിയും ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണോ ആശങ്കപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഉയരുവാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഗുഡ് മോർണിംഗ് ലക്ഷ്മി പത്മ. വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. കാരണം ഇപ്പോൾ ഇതുവരെ ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ 319ആണ്. ഇതിന്റെ DNA ഫലത്തിനും വലിയ പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയ അഹമ്മദാബാദ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളി രഞ്ജിത S. ഗോപകുമാറിന്റെ സഹോദരൻ എത്തുകയും ബ്ലഡ് സാമ്പിൾ, അതായത് DNA സാമ്പിൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 12 മണിക്കൂർ ഇടയിലുള്ള ടെസ്റ്റ് റിസൾട്ട് വരുമെന്നാണ് അദ്ദേഹത്തോട് ആശുപത്രി അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ കാത്തിരിക്കുകയാണ്. DNA കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മൃതശരീരം നാട്ടിലെത്തിക്കും എന്നാണ്, ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുമെന്നാണ് കേരള സമാജം അടക്കമുള്ള അഹമ്മദാബാദിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. ഏതായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സഹോദരൻ അഹമ്മദാബാദിൽ. പിന്നെ വളരെ പ്രധാനപ്പെട്ട 11 മണിക്കാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത സാഹചര്യത്തിൽ തുറന്നുള്ള അന്വേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം. ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഇതുവരെ അന്വേഷണം കണ്ടെത്തിയ വിവരങ്ങൾ ഇടക്കാല റിപ്പോർട്ടായി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രി എന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട സമയം ഈ ദുരന്ത സ്ഥലത്ത് ഇന്ത്യയിലെ ആക്സിഡന്റ്, വിമാനം ആക്സിഡന്റ് അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി എന്നതാണ്. അവർ ഈ ദുരന്ത സ്ഥലം ഇപ്പോൾ പരിശോധിക്കുകയാണ്. AIIBയുടെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ദുരന്ത സ്ഥലത്ത് ഇന്ന് പരിശോധന നടത്തുന്നത്. ഇതുപുറമെ എയർഫോഴ്സിന്റെ പ്രത്യേക ഒരു സംഘവും ഈ ദുരന്ത സ്ഥലം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. കാരണം വിമാനത്തിൽ എന്തൊക്കെ കേടുപാട് എയർഫോഴ്സിന്റെ, അതായത് വ്യോമസേനയുടെ ഒരു ഉന്നത സ്ഥലത്തന്തമാണ്. ഈ ആക്സിഡന്റിനെ കുറിച്ച് അവരും അന്വേഷിക്കുന്നു. ആ സംഘവും ഇന്ന് ദുരന്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഏറെയാണ്. തെരച്ചിൽ നടത്തുന്ന NDRF സംഘവും അതുതന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ നമ്പർ 4ന്റെ സമീപ പ്രദേശങ്ങളിൽ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയ ശേഷമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് ഡോഗ് സ്ക്വാഡിന്റെ സേവനം കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്നും കൂടുതൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി രണ്ട് പരാതികൾ കൂടി ഗുജറാത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരു കുടുംബത്തെ കാണാതായിട്ടില്ല. അത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർമാരുടെ 12 ഡോക്ടർമാരെ കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും സംബന്ധിച്ച ഒരു തെരച്ചിലാണ് ഇപ്പോൾ ഹോസ്റ്റലിന് സമീപം നടക്കുന്നത്. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് സുരക്ഷാ സംഘത്തിന്റെ പ്രതീക്ഷ. ഇന്നോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്ന കാര്യം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഉറപ്പായും ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നറിയണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അടക്കം റിസൾട്ട് എപ്പോഴായിരിക്കും അറിയാൻ കഴിയുക? ലക്ഷ്മി, ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിലെ ഇന്ത്യൻ സംവിധാനത്തിന് അത് പരിശോധിക്കാൻ കഴിയില്ല. അത് ബോയിങ് ബോയിങ്ങിന്റെ അധികൃതർക്ക് മാത്രമേ ഇത് സംബന്ധിച്ച പരിശോധന നടത്താൻ കഴിയും. അത് സംബന്ധിച്ചൊരു തീരുമാനമാണ് ഇന്ന് ഉന്നത തലത്തിൽ എടുക്കുക. എത്രയും പെട്ടെന്ന് അത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിക്കപ്പെടുക. ബ്ലാക്ക് ബോക്സ് എന്നത് പരിശോധിക്കാനുള്ള അധികാരവും അതിനുള്ള ടെക്നോളജിയും ബോയിങ്ങിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബോയിങ് ഇതിന് പൂർണ്ണ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധന ഇന്നലെ ഇവിടെ അഹമ്മദാബാദ് വെച്ച് നടന്നിരുന്നു. ഇതിൽ ബോയിങ് വിമാനത്തിന്റെ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇടക്കാലം എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ബോക്സ് സംബന്ധിച്ച ഡാറ്റകൾ വിശകലനം ചെയ്യാൻ ബോയിങ് സഹായിക്കുമെന്നാണ് കേന്ദ്രത്തിന് ബോയിങ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും 2 ദിവസം കൊണ്ട്, ഇന്നോ നാളെയോ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ റിപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി.
ശരത്ലാലാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ്. അതിൽ മാത്രമായിരിക്കും ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അത്തരം വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് അവിടെ നടക്കുന്നത്.